ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരെ കാണിക്കാനടി നീ കിടന്ന് കരയുന്നേ? ഞാനും എന്റെ ഭർത്താവും എന്റെ മകനും ഒക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് നിനക്ക് വേണ്ടി മാത്രാ. വരുന്ന ഭാര്യയായിട്ട് ആര് വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിന്റെ സ്ഥാനം നിനക്ക് നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. അത് കാരണം എന്റെ ഭർത്താവ് ജയിലില്ല. എന്റെ മകൻ എന്നേക്കുമായി ഈ വീടിന് പുറത്തേക്ക് പോയി. തൃപ്തിയായില്ലേടി നിനക്ക്? എന്റെ മകൻ അങ്ങനെ ഒരു പെണ്ണിന്റെ മുമ്പില് മയങ്ങി വീഴുന്നവനൊന്നും അല്ല. പക്ഷെ നീ അവനെ മയക്കിയെടുത്തു. അവനെ അടിച്ച് പുറത്താക്കുമ്പോ എനിക്കൊരു വാക്ക് മിണ്ടാനുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത്? നിന്നെ പോലൊരു വൃത്തികെട്ട പെണ്ണിന്റെ മുറിയിൽ നിന്ന് ഏട്ടനും ഏട്ടത്തിയൊക്കെ പറഞ്ഞല്ലോ, നാളെ നേരം വെളുത്താ നിന്നെ ഇവിടെ കൊണ്ടുപോകരുതെന്ന്. ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. കണിമംഗലത്തെ നിന്റെ വാസം അവസാനിച്ചു എന്നേക്കുമായിട്ട്. ചെറിയമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, വേറെ എന്ത് ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ എന്റെ മകനെ നീ ഇല്ലാതാക്കിയത്. ശരി, ഞാനേ നാളെ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നേക്കുമായിട്ട് ഇറങ്ങാം. പക്ഷെ അതുകൊണ്ട് ചെറിയമ്മ സുരക്ഷിതയായി എന്ന് കരുതണ്ട. ഞാൻ പോയ അടുത്ത ദിവസം ചെറിയമ്മ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. അതിനുവേണ്ടി ചിലപ്പോ എന്റെ മുറിയിൽ ഗൗതം വന്നതുപോലെ വേറൊരു പുരുഷൻ ചെറിയമ്മയുടെ മുറി കയറിയിരിക്കും. അനാവശ്യം പറയരുത്. പറയുന്നത് അനാവശ്യം. പക്ഷെ അനാവശ്യം ചെയ്യുന്ന ഒരുത്തി ഈ കുടുംബത്തിൽ തന്നെയുണ്ട്. ചെറിയമ്മേ, അങ്ങനെ ഒരു കണ്ണോടെ ഞാൻ ഗൗതമനെയോ ഗൗതം എന്നെയോ നോക്കുന്നത് ചെറിയമ്മ കണ്ടിട്ടുണ്ടോ? എന്റെ ആങ്ങളെന്നല്ലാതെ അവനെ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതൊക്കെ സത്യ. പക്ഷേ അവനെ നിന്റെ മുറിയിൽ നിന്ന് പിടിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയ സത്യ. ആ അതെ, ഞാനും ഗൗതമും ഒരു മുറിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു തെറ്റ് നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? നടന്നത് എന്താണെന്ന് ചെറിയമ്മയ്ക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതല്ല, പറയാൻ അനുവദിക്കില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. കേക്കട്ടെ, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് അറിയണമല്ലോ.